ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്നൊരു മാംഗോ കേക്ക് കണ്ടാലോ. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും കേട്ടോ. അപ്പം ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബൗളിൽ 5 എഗ്ഗ് പൊട്ടിച്ച് വെച്ചു. പിന്നെ വാനില എസൻസും ചേർത്ത് ബീറ്റ് ചെയ്തു കേട്ടോ. നമ്മൾ സാധാ സ്പോഞ്ച് ചെയ്യാറാക്കുന്ന കണക്കന്നെ, അതിൽ വേറെ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഇടയ്ക്ക് വെച്ച് ആ മുട്ട, സത്യം പറഞ്ഞാൽ ആ മുട്ട പൊട്ടണില്ല. കുറേ നേരം ട്രൈ ചെയ്തിട്ടാന്ന് വെച്ചാൽ അത് അങ്ങോട്ടാക്കിയപ്പോഴത്തേ അത് മൊത്തത്തിൽ അതിൽ പറ്റുന്നില്ല. പിന്നെ ഒരു മുട്ട പൊട്ടിച്ചിട്ട് പകുതി മുക്കാലും തഴയിലും പോയി. പിന്നെ എനിക്ക് ജോലിയായിരുന്നു ആ ഒരു മുട്ടയ്ക്കകത്ത് പൊട്ടിച്ച് വെച്ചു. പിന്നെ കുഴപ്പമില്ലാണ്ട് ഒരു ഇതൊക്കെ സെറ്റ് ചെയ്തു. നമ്മൾ വാനില എസൻസൊക്കെ ഒഴിച്ച് ബീറ്റ് ചെയ്ത് മാറ്റി വെച്ച് നല്ലപോലെ അടിച്ച് പതപ്പിക്കണം കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചു നല്ല ഫ്രഷ് മാങ്ങ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ട്, അപ്പം അത് വെച്ച് ചെയ്യാമെന്ന്. പിന്നെയും വിചാരിച്ച് സമയമില്ല. അന്ന് വൈകിട്ട് തന്നെ അവർക്ക് 6 മണിയാകുമ്പോൾ വേണം. ഞാൻ തുടങ്ങിയത് തന്നെ 2 മണിക്കാണ്. അത് ചെയ്ത് തീരാൻ പാടാം. അതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ കുട്ടികൾ വരുമ്പോഴത്തേക്ക് എനിക്ക് അവർക്ക് ഫുഡ് കൊടുക്കാനൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ പോകുമെന്ന് വിചാരിച്ച് 2 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അമ്മ ചെന്നാൽ വേണ്ട, നമുക്ക് ക്രഷ് തന്നെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ തന്നെ മാംഗോ ക്രഷ് വെച്ച് തന്നെ കേട്ടോ ചെയ്തത്. അതിൽ വേറെ ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അതിനുശേഷം ഞാൻ 3/4 കപ്പ് പഞ്ചസാര ഇട്ടു. അത് 1 kg ആയിരുന്നു. അപ്പം നമ്മൾ അതിന് 3/4 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് ചേർത്ത്. പൊടിച്ച പഞ്ചസാര ഞാൻ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഒരു പണിപ്പെട്ടായിരുന്നു. കാരണം കുറേ നാളെന്നല്ല, കുറച്ച് നമ്മൾ പൊടിച്ച് ടിന്നിലാക്കി വെക്കുമ്പോഴത്തേക്ക് എയർ കയറിയിട്ടാണെന്ന് തോന്നുന്നു കട്ടിയായിട്ടിരിക്കുന്നത്. അപ്പം അതിന് കുത്തി പൊട്ടിച്ചൊക്കെ എടുത്ത് എന്ന് വെച്ചാൽ ഒന്ന് ഉടച്ചൊക്കെ എടുത്തല്ലേ ഇടാൻ. എന്നിട്ട് അതിൽ കട്ടയുണ്ടായിരുന്നു. ഇച്ചിരി അലുത്ത് വരാൻ ഇത്തിരി പാടുണ്ടായിരുന്നു. അത് ഇത്തിരി ഒരു പണിപ്പെട്ട്. പിന്നെ ഒരു 1/4 കപ്പ് ഓയിലും കൂടി ഒഴിച്ചു. സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ അത് ഒഴിച്ചൊന്ന് ചെറുതായിട്ട് വലിയ ഇതിൽ സ്പീഡിനയക്കാതെ ലോ ആയിട്ടൊന്ന് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്തെടുത്തു കേട്ടോ. പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇട്ട് ഫോൾഡ് ചെയ്തു. ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ സാധാരണ ഇടുന്ന മൈദ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, പിന്നെ അതിൻ്റെ കൂടെ ഇച്ചിരി പാൽപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു ടേസ്റ്റ് ഓപ്ഷണലാണ്. അപ്പം ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാനിത് ആഡ് ചെയ്തത്. ഞാൻ സാധാ വാനില കേക്ക് ഉണ്ടാക്കുവാണെങ്കിലും നമ്മൾ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കുവാണെങ്കിലും ഞാനിങ്ങനെ ഒന്ന് ചേർക്കും. നോർമലി എല്ലാവരും ചെയ്യുന്നത് തന്നെ കേട്ടോ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പം ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം 3 പ്രാവശ്യമായിട്ട് ഫോൾഡ് ചെയ്തെടുത്തു. ദേഹത്തൂടെ എന്ന് പറയാനായിട്ട് ആ സൈഡിലെല്ലാം അങ്ങ് വീണ് അതൊരു കുറച്ച് പണിയായിരുന്നു. അതെല്ലാം വൃത്തിയാക്കാനായിട്ടും അത്യാവശ്യം നല്ല പണിയുണ്ടായിരുന്നു. എനിക്ക് അന്നത്തെ ദിവസം ഫുള്ള് പോയതാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുമ്പോൾ എല്ലാത്തിനും തടസ്സമായിരുന്നു. എന്നാലും അത് നല്ല ചെയ്തെടുക്കാൻ പറ്റി കേട്ടോ. അതിന് ശേഷം ഞാൻ ഒരു തുള്ളി ഒരു ഒഴിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ അതിൽ എല്ലാത്തിനും ഒഴിച്ച് സോസ് കിട്ടാൻ സാധാരണ ഒഴിക്കത്തില്ല. എൻ്റെ ഒരു സാധനം ഞാൻ ചെറുതാണ് കേട്ടോ. ബേക്ക് ചെയ്യാനായിട്ട് എനിക്ക് 25 ആയിട്ടുണ്ട്.
അത് നേരെ ബേക്ക് ചെയ്യാൻ വെച്ച ശേഷം ഞാൻ 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ഇട്ട് വിപ്പ് ചെയ്ത് വെച്ചു. നല്ല അത്യാവശ്യം സ്റ്റിഫാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ കുറച്ച് വീഡിയോസ് എല്ലാം മിസ്സായി പോയിട്ടുണ്ട്. കാരണം എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഫുള്ളായെന്ന് പറഞ്ഞ് അതൊന്നും എനിക്ക് പിന്നെ ഓഫായിപ്പോയി. പിന്നെ ഒരുവിധം ചാർജും ഇല്ലാണ്ട് ഓഫായിപ്പോയി. അങ്ങനെ കുറേ പാടുപെട്ട് ഓണായി എടുക്കാനും പാടുപെട്ട്. എന്ന് വെച്ചാൽ നമ്മൾ ചാർജ് ഇല്ലെങ്കിൽ പിന്നെ ഓണായി വരാൻ പാടല്ലേ. അപ്പോൾ അങ്ങനെ കുറേ പാടുപെട്ട് ഞാൻ അങ്ങനെ വിപ്പ് ചെയ്തെടുത്ത് മാറ്റി വെച്ചു. പിന്നെ അതെല്ലാം ഇതിലിരുന്ന് എല്ലാം കൂടി എടുത്ത് വടിച്ച് അതിലോട്ടാക്കി. പിന്നെ നേരെ അത് ഫ്രിഡ്ജിലോട്ട് ഒന്ന് വെച്ചിട്ടോ. നമ്മൾ പുറത്ത് നല്ല ചൂടായതുകൊണ്ട് മെൽറ്റാവും ക്രീം. ഇനി എത്ര വെച്ചാലും ചൂടാവും. അതുകൊണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വെച്ചത്. നമ്മൾ റെഡിയാക്കാൻ നേരത്തെ തന്നെ എല്ലാം റെഡിയാക്കി വെച്ചു കേട്ടോ. പിന്നെ അതാ ഈ ഒരു സ്റ്റിക്കർ നല്ലൊരു പ്രിൻറ്റ്. ഈ ഒരു മിക്കി മൗസിൻ്റെ സംഭവമാണ് അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഒരു ചെറുതാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ബാക്കിയെല്ലാം ഞാൻ ഫോണിലായത്. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്യാനുള്ള ഇതിൽ ഞാൻ പ്രിൻ്റാണ് എടുത്തത് കേട്ടോ. അപ്പോൾ പ്രിൻ്റ് എടുത്തു. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തെടുത്തു. പിന്നെ അതിൻ്റെ സൈസിനും കാര്യങ്ങളും അതിൻ്റെ ആ ഒരു ഇതിൽ കട്ട് ചെയ്തെടുക്കണ്ടാവും. അങ്ങനെ പിന്നെ അതെല്ലാം കട്ട് ചെയ്തു. പിന്നെ നേരെ കേക്ക് ബേക്ക് ചെയ്ത് മാറ്റി. പിന്നെ നേരെ 3 ലെയറായിട്ടില്ല, എനിക്ക് 4 ലെയർ അത്യാവശ്യം നല്ല ഹൈറ്റിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് 4 ലെയർ അതിൻ്റെ അകത്ത് വന്നു കേട്ടോ. ഫസ്റ്റ് ലെയർ നമ്മളത് മാറ്റുന്നത് തന്നെ നോർമലി. അങ്ങനെ പിന്നെ 4 ലെയറായിട്ട് കഴിഞ്ഞ് ലാസ്റ്റത്തെ നമ്മൾ ബട്ടർ പേപ്പർ എടുത്ത് മാറ്റി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കുട്ടികൾ വന്നിട്ട് അതിൻ്റെ അകത്ത് കട്ട് ചെയ്ത പേപ്പറില്ല, അത് സൈഡിലുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ഒതുക്കി മാറ്റി വെച്ചിരുന്നതാണ്. കളയാനായിട്ട് നമ്മൾ വേസ്റ്റൊക്കെ ഒരുമിച്ച് കളയത്തില്ല, അത് കണക്ക് ഒതുക്കി മാറ്റി വെച്ചിരുന്നതാണ്. അങ്ങനെ അതെല്ലാം എടുത്തു. പിന്നെ ഫസ്റ്റ് ലെയർ വെച്ച് സെറ്റ് ചെയ്തു. പിന്നെ അതിൻ്റെ അകത്ത് ക്രഷ് ഒഴിച്ചിട്ടായിരുന്നു. പിന്നെ ഒരു ചെറിയ ടേസ്റ്റിനായിട്ട് നമ്മുടെ വൈറ്റ് കോമ്പൗണ്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മൾ സ്പ്രെഡ് ചെയ്തു. അങ്ങനെ എല്ലാം ചെയ്തു. സെക്കൻഡ് ലെയറും വെച്ചു. എൻ്റെ കുട്ടികൾക്ക് ഈ ക്രഷ് കണ്ടപ്പോഴത്തെ അവർക്കത് വേണമെന്ന് പറഞ്ഞു. കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ലല്ലോ. പിന്നെ നമുക്കൊരു 4 കപ്പ് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കുഞ്ഞൊരു ബോക്സിൽ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിൻ്റെ അകത്ത് ചെറുതായിട്ട് മാംഗോ ക്രഷ് ഒഴിച്ചൊന്ന് കറക്കി ചെറിയ സ്പോഞ്ച് വെച്ച് റെഡിയാക്കി. പിന്നെ ഒന്ന് സ്ട്രോബെറിയുടെ ഉണ്ടായിരുന്നു. നമ്മളത് ഇത്ര സ്ട്രോബെറി കട്ട് ചെയ്തു, അതെല്ലാം സെറ്റ് ചെയ്തു കേട്ടോ. അതിൽ ഞാൻ പാലിൻ്റെ അകത്ത് പഞ്ചസാരയും ചേർത്ത് ശകലം വെള്ളവും കൂടി ചേർത്തിട്ടാട്ടോ എടുത്തത്. പിന്നെ എൻ്റെ മുകളിൽ നമ്മൾ വിപ്പ് ചെയ്ത ക്രീം ഉണ്ടായിരുന്നു. അതിന് മുമ്പ് ഞാൻ സ്ട്രോബെറി ഇട്ട് കൊടുത്തിട്ടോ. പിന്നെ നമ്മൾ വിപ്പിംഗ് ക്രീം അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അതും ഒന്ന് സെറ്റ് ചെയ്തെടുത്തു. അങ്ങനെ തന്നെ 4 എണ്ണം അങ്ങനെ സെറ്റ് ചെയ്ത് എടുത്തു കേട്ടോ.
പിന്നെ ആ ട്രേ അതെല്ലാം റെഡിയാക്കി ക്ലീൻ ചെയ്തു. അതിൻ്റെ അടപ്പും കാര്യങ്ങളും എല്ലാം ക്ലീൻ ചെയ്തു എല്ലാം റെഡിയാക്കി കേട്ടോ. പിന്നെ നമ്മൾ നേരെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ. ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച ശേഷം ഫൈനൽ കോട്ടിനായിട്ട് എടുത്തു. അങ്ങനെ പിന്നെ എല്ലാം ഫിനിഷ് ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പിൽ അങ്ങനെ തന്നെ ഫിനിഷ് ചെയ്തു. പിന്നെ മിക്കി മൗസിൻ്റെ ഒരു ഇത് വരണ്ടായോ, അപ്പോൾ അതിനായിട്ട് ഞാൻ ചെറിയൊരു റെഡ് കളർ ആഡ് ചെയ്ത് താഴെ ലെവൽ കൊടുത്തിട്ട് അതിൽ നമ്മൾ ഈ കോണ് കണക്ക് ഇരിക്കുന്ന ഒരു സ്ക്രാപ്പർ ഉണ്ടല്ലോ, അത് അതേ കണക്ക് ഞാൻ ചെയ്തു. പിന്നെ പൈപ്പിംഗ് ബാഗിനകത്ത് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് നിപ്പ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് വരച്ചു കൊടുത്ത് താഴേൽ. പിന്നെ ഇതെല്ലാം ഫോണ്ടൻറ്റിലാട്ടോ ചെയ്തത്. ആ മിക്കി മൗസിൻ്റെ ആ തലഭാഗം ഉണ്ടല്ലോ, അതെല്ലാം ഫോണ്ടൻറ്റ് ചെയ്തു കേട്ടോ. ഫോണ്ടൻറ്റിൽ കട്ട് ചെയ്തെടുത്തു. പിന്നെ കുറച്ച് സ്റ്റാറും അങ്ങനെ കുറച്ച് സംഭവങ്ങളെല്ലാം ഫോണ്ടൻറ്റ് കട്ടർ വെച്ച് തന്നെ സെറ്റ് ചെയ്തെടുത്തു. ഞാൻ ഈ ഒരു സംഭവം 3 റെഡിയാക്കിയുള്ളൂ, തോനെ വേണ്ടില്ല. പിന്നെ ഫ്രണ്ടിൽ മിക്കി മൗസിൻ്റെ പടവും വെച്ചു. പിന്നെ നെയിം എഴുതി. അതിൻ്റെ ആ സ്റ്റാർ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുത്തി നിന്നുപോയി. പിന്നെ അത് താത്തു വയ്ക്കാനൊക്കെ കാര്യങ്ങൾ അങ്ങനെ ഇത് വെച്ചപ്പോഴത്തേക്ക് ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. ആ മിക്കി മൗസിനെ ഞാൻ ഫ്രണ്ടിൽ തന്നെ വെച്ചത്. അപ്പം ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് ഷുഗർ ബൗൾസും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് വലുതും ഒന്ന് ചെറുതുമായിട്ട് ഷുഗർ ബൗൾസ് ഇട്ടിട്ടുണ്ടായിരുന്നു. സൈഡിലൊന്നും വെച്ചിട്ടില്ല, മേളിൽ മാത്രം. ചെറിയ ബോൾസും കൂടി എൻ്റെ മേളിലോട്ട് വിതറി കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ. അങ്ങനെ തന്നെ പാക്ക് ചെയ്തു. അവർ വരുവാണെന്ന് വിളിച്ചു. അവരെന്ന് പറയാനായിട്ട് എൻ്റെ എൻ്റെ അനിയത്തി വന്നാട്ടോ വാങ്ങിച്ചത്. അപ്പം ഈ കേക്ക് എൻ്റെ മാമനാണ് എനിക്ക് ഓർഡർ വരുന്നത്. അപ്പം അവർക്ക് കൊടുക്കാനുള്ളതായിരുന്നു. അപ്പം പാക്ക് ചെയ്തു വന്നു, അവർ വാങ്ങിച്ചു. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ഒരു